ഹായ് ഹലോ. ഇന്ന് വോയിസ് കുറച്ച് കൂടുതലിടണം, കാരണം വലിയൊരു വീഡിയോ, ചെറിയ വീഡിയോ അല്ല, ഒരു 8 മിനിറ്റോളം ഉണ്ട് വീഡിയോ. പക്ഷേ വീഡിയോ കാണാൻ കഴിയുന്നവരെല്ലാവരും കാണണം, കാരണം അത്രയും കാണാനുള്ള കാഴ്ചയുണ്ട് ഈ വീഡിയോയിൽ. അതുകൊണ്ടാണ് അത്രയും വീഡിയോ ഇടേണ്ടി വന്നത്. കാരണം ഞാൻ സാധാരണ വീഡിയോ ഇടുമ്പോഴൊക്കെ ഓട്ടിച്ചിട്ടൊക്കെ ഇടും, പിന്നെ ഫോർവേഡൊക്കെ അടിച്ചിട്ടും ഫാസ്റ്റാക്കി ഇടാറുണ്ട്. ഇങ്ങനെ ഈ ഒരു വീഡിയോയിൽ അങ്ങനെ ഇടാൻ കൂടുതലായിട്ടില്ല. ആവശ്യമുള്ള പോർഷനുകൾ മാത്രം എടുത്തിട്ട് ഇടേണ്ട ആവശ്യമാണ് ഇന്ന് ഇത്രയും വീഡിയോ. ഇത് കഴിഞ്ഞ് ഞാൻ നമ്മൾ കോയമ്പത്തൂർ എക്സിബിഷന് ഓഷ്യൻ ടേണൽ അക്വേറിയം എന്ന് പറഞ്ഞിട്ടൊരു എക്സിബിഷൻ നടക്കുന്നുണ്ടായിരുന്നു. അവിടെ അക്വേറിയത്തിൻ്റെ മാത്രമല്ല, നമ്മുടെ ബേഡ്സുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ നമ്മൾ ബേഡ്സിൻ്റെ പാർക്കിലൊക്കെ പോകുമ്പോൾ കൂട്ടിലിട്ടിരിക്കുന്ന കിളികളിനെ കാണാനാണ് പോവുക. ഇതങ്ങനെയല്ല, നമ്മൾ നേരിട്ട് കൂട്ടിലേക്ക് കയറിപ്പോകുന്നൊരു അവസ്ഥയാണ്. അകത്ത് പോയി അതിനകത്ത് എല്ലാ കിളികളെയും നേരിട്ട് അടുത്ത് വെച്ച് കാണാം. നമുക്ക് തൊടാനൊന്നും എത്തില്ല, നമ്മളടുത്ത് പോകുമ്പോൾ തന്നെ കുറച്ച് പറന്നൊക്കെ പോകും. എന്നാലും ആ ഒരു ലെവലിൽ എല്ലാ കിളികളും ഒരുമിച്ചിട്ട് കൂട്ടിനകത്തുള്ളൊരു കൂട്ടിലാണ് നമ്മൾ കയറിപ്പോയിട്ടാണ് കാണുന്നത്. അതൊരു വേറിട്ടൊരു അനുഭവമാണ്. നമ്മൾ മാത്രമല്ല, ഫാമിലി, ഞാനും എൻ്റെ ഫാമിലിയും അതുപോലെ സജിയേട്ടനും ഫാമിലിയും എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ പോയി കണ്ടു. അത് കൂടാതെ ഞാൻ കിളികളുടെ പോർഷൻ കഴിഞ്ഞു വന്നാൽ അവർ വലിയൊരു ഫ്ലവേഴ്സൊക്കെ അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. പക്ഷെ അത്യാവശ്യം നാച്ചുറലായിട്ട് ഉണ്ടാക്കി വെച്ച വലുതായി കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റും, നല്ല കാണിക്കാൻ. അതുമാതിരി നമ്മുടെ എന്താണ് പൂമ്പാറ്റൻ്റെ മറ്റേ റോബോട്ടിക്കായിട്ടുള്ള പൂമ്പാറ്റകളൊക്കെ അവിടെയൊക്കെ ഒരുപാടുണ്ടായിരുന്നു, മെക്കാനിക്കൽ പരമായിട്ട്. പിന്നെ അതുമാതിരി ഊഞ്ഞാല, പുതിയ ട്രെൻഡിങ് ഊഞ്ഞാലയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആ ഊഞ്ഞാല, അതുമാതിരി നമ്മുടെ പായ്ക്കപ്പലുണ്ടായിരുന്നു. ലാസ്റ്റ് ദിവസമാണ് ഇതിപ്പോൾ. കണ്ടിട്ട് നിങ്ങൾക്ക് പോയി കാണാമെന്ന് പറയാനുള്ളൊരു അവസരം അതിലില്ല. പായ്ക്കപ്പലുണ്ടായിരുന്നു. ആ പായ്ക്കപ്പൽ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വലിയ അക്വേറിയത്തിൽ കിടക്കുന്നത്. അക്വേറിയത്തിൽ ഇറങ്ങും ഫസ്റ്റ് തന്നെ മത്സ്യകന്യകയെ കാണാനുള്ള ഒരു ചാൻസാണ്. മത്സ്യകന്യക നമ്മൾ പാലക്കാടൊക്കെ വന്നിട്ടുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ അതിലും വെച്ച് കോയമ്പത്തൂർ നടക്കുമ്പോൾ അതിനനുസരിച്ചൊരു വലിയ സിറ്റിയിൽ നടക്കുമ്പോൾ അതിൻ്റേതായ പ്രൗഢി ഉണ്ടാവുന്ന പറഞ്ഞ പോലെയാണ് ആ ഒരു എക്സിബിഷൻ കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ അത്യാവശ്യം നല്ല രീതിയിലുള്ള കാഴ്ചകളെല്ലാം ഉണ്ടായിരുന്നു. കുറേ നേരം നമുക്ക് അവിടെ നിന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ. അതുമാതിരി എക്സിബിഷന് കുറേ ഐറ്റംസുകൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ നമുക്ക് കളിക്കാനുള്ള ഗെയിംസിനുള്ള ഏരിയകൾ ഒരുപാട് ഉണ്ടായിരുന്നു. ഫാമിലി ആയിട്ട് പോയി വന്നാൽ കളിക്കാനുള്ള ഏരിയ കുറേ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു വീഡിയോ വലിയ വീഡിയോ ആണെന്ന് വെച്ചിട്ട് ആരും കാണാതിരിക്കേണ്ട, അവസാനം വരെ കണ്ടു എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു നല്ലൊരു മുതലായിരിക്കും. ഇതുകൊണ്ടില്ലേ, ഇത്രയും വലിയ അക്വേറിയംസാണ്. അതിൽ കളർ ഫിഷ്, അതുമാതിരി ഒരുപാട് തരം അലിഗേറ്ററും നമ്മുടെ മറ്റേ അരോണ ഫിഷ്, അങ്ങനെ വെറൈറ്റി ഫിഷുകൾ. അത് ചെറിയ ഫിഷുകളൊന്നുമല്ല, വലിയ ഫിഷുകളാണ്. നമ്മളുടെയൊക്കെ സൈസിലുള്ള ഫിഷുകൾ ഒരവിടെ അത്രയും ഫിഷുകൾ ഉണ്ടായിരുന്നു. നമുക്ക് അവിടെ നിന്ന് കണ്ടിട്ട് നല്ലൊരു കണ്ണിന് കാഴ്ചയും മനസ്സിന് സന്തോഷം ഉണ്ടാകുന്നൊരു അക്വേറിയം എന്ന് പറഞ്ഞാൽ തന്നെ അതാണ് ഏകദേശം നമുക്ക് ഉൾക്കൊള്ളുന്നുണ്ടെങ്കിലും ആ ഒരു കാഴ്ച കാണുമ്പോൾ അല്ലെങ്കിൽ അരോണയൊക്കെ കാണുന്ന ടൈമിൽ വലിയ ഫിഷാണ്. അതുമാതിരി ഒരു കൂട്ടം ഫിഷുകൾ പലതരം നമ്മൾക്ക് കണ്ടിട്ടില്ലാത്തതും കണ്ടതുമായിട്ടുള്ള, അതും വലിയ സൈസിൽ കണ്ട ഫിഷുകൾ തന്നെ നമുക്ക് വലിയ സൈസിലുള്ള ഫിഷുകളെ കാണും. നമ്മൾ ചെറിയ ഫിഷുകളെ കാണുള്ളൂ. ഇതിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ തന്നെ നല്ലൊരു ബുദ്ധിമുട്ടാണ്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. കാരണം ഇത്രയും വലിയ ഫിഷുകളിനെയൊക്കെ ഒരു അസുഖവും വരാതെയും അതിൻ്റെ ഹെൽത്ത് നോക്കിയിട്ടൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഇതാണ്. അതുമാതിരി കളർ ഫിഷ് പറഞ്ഞാൽ ഇഷ്ടംമാതിരിയാണ്. നമ്മൾ ചെറിയ തരത്തിൽ കുറച്ച് കൂടി നിൽക്കുന്നതല്ല കാണുന്നത്. പക്ഷെ ഇത് ഇഷ്ടമാതിരി നമുക്ക് ടണലിൻ്റെ മുകളിൽ ഇഷ്ടമാതിരിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. നല്ല കളർ ഫിഷിനെ കുറിച്ച് പറയണ്ടല്ലോ, കളറിങ് ആയിട്ട് കണ്ണിന് നല്ലൊരു കാഴ്ച കിട്ടുന്നതും മനസ്സിന് സന്തോഷം കിട്ടുന്ന ഒരു കാഴ്ചയായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. അങ്ങനെ ഫാമിലി ആയിട്ട് ഞായറാഴ്ച അടിച്ചു പൊളിച്ചൊരു എക്സിബിഷനാണ്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോറി പറയാനേ വഴിയുള്ളൂ. കാരണം എക്സിബിഷൻ ഇനിയില്ല. അവിടെ നിർത്തിയില്ല. അവസാനമൊക്കെ ഞായറാഴ്ചയായിരുന്നു ലാസ്റ്റ് ഡേ ആണ് ഞങ്ങൾ തന്നെ പോകാൻ പറ്റിയത്. അത് യാദൃശ്ചികമായിട്ടാണ്. കോയമ്പത്തൂർ പോയപ്പോൾ യാദൃശ്ചികമായിട്ട് എവിടെ പോകണം എന്നുള്ളൊരു ഇതിലാണ് ഇങ്ങനൊരു എക്സിബിഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അവിടേക്ക് പോയത്. അത്യാവശ്യം ഫീസൊക്കെ ഉണ്ട്. ഒരാൾക്ക് 150 രൂപയാണ് ഇതിനകത്ത് കടക്കാൻ വരുന്നത്.
പിന്നെ ഇത് ഈ ഫിഷും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിനുള്ളിൽ പോയി പല ആക്ടിവിറ്റീസിലും പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ അതിനും ക്യാഷ് കൊടുത്തിട്ട് തന്നെയാണ് നമ്മൾ പങ്കെടുക്കുന്നതും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും പക്ഷെ അതൊക്കെ നമുക്ക് വർത്തായിട്ടുള്ളൊരു കാര്യമായിരുന്നു. കാരണം ഇതുമാതിരിയുള്ളൊരു ഇത്രയും വലിയ ഫിഷുകളിലും അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് പെട്ടെന്നൊന്നും കാണാൻ കഴിയില്ല. നമ്മുടെ ഇവിടെ വന്നാലൊന്നും അങ്ങനെ പെട്ടെന്ന് കാണാൻ കഴിയുന്നൊരു ഏരിയ അല്ല. അതുകൊണ്ടാണ് അതൊന്നും. അത് കഴിഞ്ഞ് ഞാൻ ഈ വീഡിയോയിൽ ഫസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു, ജെയിൻ വീല് കാണിച്ചിട്ടുണ്ടായിരുന്നു. ജെയിൻ വീല് കാണിച്ചതിൽ കാണാം നല്ല കളറിങ് ആയിട്ടുള്ള അത് കാണുന്ന മാതിരി തന്നെ ഉള്ളിൽ കയറി ഇരുന്ന് പറഞ്ഞാലൊരു അനുഭവം തന്നെയാണ്. ഒരു കുട്ടിക്കാലത്ത് എന്നോ കയറിയൊരു അനുഭവമാണ്. പിന്നെ ഇപ്പോഴാണ് എൻ്റെ കുട്ടികളുടെ കൂടെയും കയറുന്നത്. അപ്പോൾ അവർക്കും ഫസ്റ്റ് ടൈമാണ് അവരിനെ കയറ്റുന്നതും. നമ്മൾ കാണുന്നുണ്ടെങ്കിലും അപകടം കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് അങ്ങനെ കയറാൻ നിൽക്കൊന്നുമില്ല. പക്ഷേ ഇതിലെന്തായാലും അവരിപ്പോൾ അത്യാവശ്യം വലുപ്പമായല്ലോ. ചെറിയ മോളും വൈഫും താഴെ നിന്ന് ബാക്കി അവർ രണ്ടുപേരും ഞാനും കൂടിയിട്ട് ഞങ്ങളൊരു ഇതിൽ കയറി. അവൻ്റെ സജിയേട്ടൻ മോളിനെയും കൂട്ടിയിട്ട്, സജിയേട്ടൻ്റെ വൈഫും കയറിയില്ല, അവരവിടെ താഴെ നിന്നു. അപ്പോൾ ഞങ്ങളും കൂടി കയറി കുട്ടികൾക്കൊരു അനുഭവം കൊടുക്കണം. നമുക്ക് പറ്റുന്നിടത്തോളം എൻജോയ്മെൻറ്റും അതിനെക്കുറിച്ചുള്ള അറിവും കാര്യങ്ങളും അനുഭവത്തിലൂടെ മനസ്സിലാക്കി കൊടുക്കുമ്പോഴേ അതൊരു അറിവുകളുണ്ടുള്ളൂ. കാണിച്ചു കൊടുത്തിട്ട് കാണുന്നതിനെക്കാട്ടിയും നല്ലതാണല്ലോ ഈ അനുഭവം. അപ്പോൾ അതുകൊണ്ട് അതിൽ കയറി കുട്ടികൾക്ക് നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അതുമാതിരിയുള്ളൊരു എന്താ പറയുക, ഒരു വലിയ ഒരു വീഡിയോ ആണിത്. കാണാൻ മറക്കരുത്, എല്ലാവരും കാണണം. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു കപ്പലുണ്ടല്ലോ, യന്ത്രക്കപ്പൽ, അതിലും കയറിയിട്ടുണ്ടായിരുന്നു. ഇതിന് തൊട്ടടുത്ത് തന്നെ യന്ത്രക്കപ്പൽ ഉണ്ടായിരുന്നു. അപ്പോൾ യന്ത്രക്കപ്പലിലും കൂടിയിട്ട് കയറിയിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ആ ഒരു കാഴ്ചയും കൂടി ഇതിൽ തന്നെ ഉൾക്കൊള്ളിക്കുന്നുണ്ട്, അതും കൂടി കാണുക. ഇതിൽ കൂടുതൽ പറയാനില്ല എന്നല്ല, ഇത് ഈ വീഡിയോ കഴിയുന്നവരെ പറയണമെന്നുണ്ട്. വീഡിയോ കഴിഞ്ഞ് ഏകദേശം. അപ്പോൾ ഒരുപാട് കാഴ്ചകളും അനുഭവങ്ങളും മറ്റേ സമ്മാന ഒരു ദിവസമായി കഴിഞ്ഞ് ഞായറാഴ്ച കഥകൾ കാണലും കൂടിയിട്ട് ഇതുമാതിരിയുള്ള ആക്ഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എല്ലാ ഒരു എൻജോയ്മെൻ്റ് ആവുക. അപ്പോഴാണ് അവർക്കും എക്സിബിഷൻ നടത്തുന്നവർക്കും നമ്മൾക്കും ഇതുമാതിരിയുള്ള അനുഭവങ്ങളൊക്കെ കിട്ടാനുള്ള കാഴ്ച ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം കൂടിയിട്ട് ആശംസിച്ചു കൊണ്ടിട്ട് ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ്. ഞങ്ങൾ ഇതിൽ കയറിയപ്പോഴും മോളിനെ താഴെ നിർത്തി. സജിയേട്ടനും കയറിയില്ല. സജിയേട്ടൻ്റെ മോളും ഞങ്ങൾ 3 പേരും കൂടിയിട്ടാണ് കയറി. അപ്പോൾ മോളിനെ സജിയേട്ടൻ്റെ കൊടുത്തിട്ട് അവൾ കരയാതിരിക്കാൻ ഓരോരോ കളിപ്പാട്ടമൊക്കെ മേടിച്ചു കൊടുത്തിട്ടുള്ളൊരു കാഴ്ചയാണ് കണ്ടത്. ഇതിൽ അതുമാതിരി യന്ത്രക്കപ്പലിൽ കയറുന്ന അത് കുറച്ചുകൂടി ഭയപ്പെടുത്തുന്നൊരു അവസ്ഥയാണ്. കാരണം ജൈവിൽ കയറുന്നതിൻ്റെ ഉള്ളിൽ റിങ്ങി തിരിയുന്ന ഒരു കൂട്ടിനകത്ത് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒരു ഇരുമ്പിൻ്റെ ചെയറിൽ മാത്രമാണ് ഇരിക്കുന്നത്. എല്ലാവരും സൗണ്ട് ഉണ്ടാക്കിയിട്ടാണ് അതിൽ ഇരിക്കുന്നത്. അത്രത്തോളം ഒരു ത്രില്ലിങ്ങും നമുക്കൊരു അനുഭവം തരുന്നൊരു കാഴ്ചയായിരുന്നു.